ഫിലിപ്പിയ ലേഖന പഠനത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. 3-ാം അധ്യായം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫിലിപ്പിയർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം അധ്യായം 3-ൽ 5-ാമത്തെ വാക്യമാണ് ഒടുവിലായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് ജഡത്തിൽ ആശ്രയിക്കുന്നവരെ അതിൻ്റെ ആ അവരുടെ ജഡത്തിലെ ആശ്രയത്തിന്റെ പ്രാധാന്യമില്ലായ്മ അല്ലെങ്കിൽ അതിന്റെ ഭോഷത്വം ഓർപ്പിക്കാൻ വേണ്ടി ഈ വരികൾ കുറിക്കുകയാണ്. പലരും ആ സമയത്ത് ഫിലിപ്പിയിലുള്ള ദൈവമക്കളെ അവരുടെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച, വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ച ഫിലിപ്പിയ സഭയിലെ ദൈവമക്കളെ, ആ വിശ്വാസത്താലുള്ള രക്ഷ നിങ്ങൾ പ്രാപിച്ചത് മതിയാവുകയില്ല, ഇനി ചില പ്രവൃത്തികൾ കൂടി അതിനോട് കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും തെറ്റിക്കാനും വന്ന ആ ഒരു പശ്ചാത്തലം, ആ സമയത്താണ് പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായത്തിൽ ഈ വരികൾ കുറിക്കുന്നത്. അവരെ പരിച്ഛേദനയേറ്റ് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന ചിന്തയിലേക്ക് നയിച്ചവർക്കെതിരെ പൗലോസ് അപ്പോസ്തലൻ തൂലിക ഉപയോഗിക്കുകയാണ്. വചനത്തിന്റെ വാള് അവർക്കെതിരെ ചലിപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ അവരെക്കുറിച്ച് പറയുന്നത്, ഞാൻ ഇവരെക്കാളെല്ലാം അധികം ഒരു കാലത്ത് ജഡത്തിൽ ആശ്രയിച്ചിരുന്ന വ്യക്തിയാണ്. ഇന്നും തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് മറ്റാരെക്കാളും അധികം ജഡത്തിൽ ആശ്രയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പരിച്ഛേദന ഏൽക്കണമെന്നും അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണമെന്നും ഒക്കെ പറയുന്നവരുമായി ഞാനൊന്ന് എന്നെ തന്നെ താരതമ്യം ചെയ്താൽ ഈ പറയുന്നവരെക്കാൾ അധികം കാര്യങ്ങൾ എനിക്ക് പ്രശംസിക്കാനുണ്ട്. ജഡത്തിൽ ആശ്രയിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവരെക്കാൾ കൂടുതൽ എനിക്കാണ് ഉള്ളത്. പക്ഷേ അങ്ങനെ ജഡത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് രക്ഷ സാധ്യമല്ല എന്ന് അനുഭവിച്ച് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ എന്നതാണ് ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ഒരു വാദപ്രതിവാദ രൂപത്തിൽ അവതരിപ്പിക്കുന്ന, ഒരു ഡിബേറ്റിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ വരികളിൽ അർത്ഥമാക്കുന്നത്. അതിനായിട്ട് അദ്ദേഹത്തിന്റെ ജഡത്തിൽ ആശ്രയിക്കാൻ എനിക്ക് വകയുണ്ടെന്ന് വെറുതെ പറഞ്ഞതല്ല. അതിനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന തന്റെ പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കടന്നു വരാം. ആദ്യമായിട്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ ജഡത്തിൽ ആശ്രയിക്കാൻ എനിക്ക് വേണമെങ്കിൽ മറ്റാരേക്കാളും അധികം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 4 കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുന്നത്. 4 things he lists if he can trust or put confidence in the flesh എന്ന് പറഞ്ഞ 4 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത്, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്. വാക്യം 5 നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഒന്നാമത്തെ കാര്യം അതാണ്. അതിന്റെ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ ചിന്തിച്ചതാണ്. രണ്ടാമത്, ഇസ്രായേൽ ജാതിക്കാരൻ, ഓഫ് ദ സ്റ്റോക്ക് ഓഫ് ഇസ്രായേൽ, യാക്കോബിന്റെ വംശാവലിയിൽ, ഇസ്രായേലിന്റെ വംശാവലിയിൽ പിറന്നവനാണ്. അല്ലാതെ ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരു പ്രോസ്ലൈറ്റിസ് ആയി അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കൺവേർട്ട് ചെയ്ത് വന്ന, ജാതിയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്ന ആളല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അടുത്ത് പറയുന്നു, ഓഫ് ദ ട്രൈബ് ഓഫ് ബെഞ്ചമിൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ഈ ഗോത്രത്തിൽ നിന്നായിരുന്നു. യാക്കോബിന്റെ ഇളയ മകനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും പൗലോസിന് തൻ്റെ ആ വംശാവലി, തൻ്റെ പിതാക്കന്മാരുടെ ആ വംശാവലി നോക്കിയാൽ അത് എവിടെ ചെന്ന് നിൽക്കും? ഇടയ്ക്ക് യാതൊരു കലർപ്പുമില്ലാതെ, മിശ്രജാതിയാകാതെ യാക്കോബിൽ ചെന്ന് നിൽക്കുന്ന, ഇസ്രായേലിൽ ചെന്ന് നിൽക്കുന്ന വംശാവലി എല്ലാവിധത്തിലും തനിക്കുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുകയാണ്. അടുത്ത് പറയുന്നത്, ഞാൻ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറയുകയാണ്. നോക്കൂ, 4 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിയക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ. ഈ 4 കാര്യങ്ങൾ തൻ്റെ ഇസ്രായേലിയ ആ വംശാവലിയിൽ അല്ലെങ്കിൽ തൻ്റെ പൊസഷനിൽ ഉള്ളത്, ജന്മനാ തനിക്ക് ലഭിച്ച അവകാശമായി ഉള്ളത് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത് ആ വാക്യത്തിന്റെ തന്നെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അടുത്ത് വീണ്ടും അദ്ദേഹം തന്റെ വാദം തുടരുകയാണ്. അടുത്തെന്താ പറയുന്നത്? ഞാൻ ന്യായപ്രമാണത്തിലെ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന് പറയുകയാണ്. എന്താണ് ഈ പദത്തിന്റെ അല്ലെങ്കിൽ ഈ വാദഗതിയുടെ, പൗലോസ് അപ്പോസ്തലന്റെ ഈ ആർഗ്യുമെന്റിന്റെ, ഈ പോയിന്റ് ഓഫ് ആർഗ്യുമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വൈ ഹി സേസ് ഐ ആം ആസ് ടച്ചിങ് ദ ലോ ഫാരിസി.
ന്യായപ്രമാണം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ ന്യായപ്രമാണത്തിന്റെ ക്രമം അനുസരിച്ച് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലെ വിഭാഗം വെച്ച് നോക്കിയാൽ ഞാനൊരു പരീശനാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോ ആമേൻ, എന്താ ഈ ഇങ്ങനെ അല്ലെങ്കിൽ പരീശൻ എന്ന് പറയുന്നതിന്റെ അതിന്റെ പ്രാധാന്യം എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ദ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഒബ്സർവൻസ് ഓഫ് ദ ലോ വിച്ച് വാസ് അക്കോർഡിംഗ് ടു ദ ട്രഡീഷൻസ് of the elders and not the literal and genuine sense of it, he followed and was of the sect of the Pharisees, which was strictest sect among the Jews. അവിടെയാണ് ഏറ്റവും പ്രധാനം, which was strictest religious sect among the Jews and in the greatest esteem among the people. അതുകൊണ്ട് തന്നെ ഇവരെ ഈ ജനത്തിന്റെ ഇടയിൽ വലിയ എസ്റ്റീംഡ് ആയിട്ട് കണക്കാക്കുമായിരുന്നു. പരീശൻ എന്ന് പറയുമ്പോൾ അവരുടെ മതവിഭാഗത്തിലെ ഏറ്റവും അധികം ന്യായപ്രമാണത്തെ അക്ഷരാർത്ഥത്തിൽ വള്ളിപുള്ളി വിടാതെ പിന്തുടരുന്നവർ എന്നുള്ള ആ ഒരു എസ്റ്റീം, പ്രസ്റ്റീജ്, പ്രിവിലേജ് അവർക്ക് സമൂഹത്തിൽ ലഭിച്ചിരുന്നു. ആൻഡ് though they had put many false glosses on the scripture and held many erroneous principles and were very tenacious of human traditions, yet they were preferable to the Sadducees who denied the resurrection of the dead and other things. ഈ പരീശന്മാരും പല കൂട്ടിച്ചേർക്കലും ഒക്കെ നടത്തിയിട്ടുണ്ട്, പല ട്രഡീഷനും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പലതും അക്ഷരാർത്ഥത്തിൽ ന്യായപ്രമാണം എന്തുദ്ദേശത്തിലാണോ എഴുതിയത് ആ ഉദ്ദേശത്തിൽ എടുക്കാതെ അതിനെ മറ്റൊരു വിധത്തിൽ അല്ലെങ്കിൽ ലിറ്ററലായിട്ട് വ്യാഖ്യാനിച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ അങ്ങനെ പറയുമ്പോഴും സാദുസീസുമായിട്ട് അല്ലെങ്കിൽ സദൂക്യരുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ അവരെക്കാളല്ല ഇവർ ഫാർ ഉയരത്തിലായിരുന്നു. ആമേൻ. കാരണം എന്താ? ഈ സാദൂക്യര് ഇവരുടെ മറുഭാഗത്ത് നിന്ന് പരീശന്മാർ, സദൂക്യർ. നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ആവർത്തിച്ച് കാണുന്ന രണ്ട് വിഭാഗമാണ്, പരീശന്മാർ, സദൂക്യർ. പിന്നെ ശാസ്ത്രിമാർ എന്നൊരു വിഭാഗത്തെ കാണാം, പിന്നെ എസേന്യർ എന്നൊരു വിഭാഗത്തെ കാണാം, കഠാരക്കാർ എന്നൊരു വിഭാഗത്തെ കാണാം, എരിവുകാർ എന്ന വിഭാഗത്തെ കാണാം. ഇതൊക്കെ അക്കാലത്തുണ്ടായിരുന്ന യഹൂദന്മാരുടെ ഇടയിലെ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ സെക്ട്സ് ആണ്, വിഭാഗങ്ങളാണ്, മതവിഭാഗങ്ങൾ, രാഷ്ട്രീയ വിഭാഗങ്ങൾ. ഈ എരിവുകാരെന്നും കഠാരക്കാരെന്നൊക്കെ അവർ പറയുന്നവർ അവര് വിപ്ലവത്തിലൂടെ റോമാക്കാരുടെ കയ്യിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കണമെന്ന വാദഗതിക്കാരായിരുന്നു. ദേ സ്റ്റുഡ് ഫോർ റവല്യൂഷൻ, ദി സെലറ്റ്സ് ആൻഡ് സച്ച് പീപ്പിൾ. അപ്പോ ഈ അതേസമയം ഈ സദൂക്യരും പരീശന്മാരും ഒക്കെ റിലീജിയസ് സെക്ട്സ് ആണ്. അല്ലെങ്കിൽ സ്ക്രൈബ്സ്, ശാസ്ത്രിമാർ ഈ മതവിഭാഗമാണ്. ശാസ്ത്രിമാർ തിരുവെഴുത്തുകളിൽ ആഴമായ പഠനത്തിൽ ഏർപ്പെട്ട് പഠിപ്പിക്കുന്നവരായിരുന്നു. റബിമാർ ആയിരുന്നു അവരിൽ കൂടുതൽ പേരും. വചനം നന്നായിട്ട് ന്യായപ്രമാണം പഠിപ്പിക്കുന്നവർ. അതുകൊണ്ട് അവരെ സ്ക്രൈബ്സ്, ശാസ്ത്രിമാർ, ന്യായപ്രമാണത്തിൽ ശാസ്ത്രി. എസ്രായിലാണ് ആദ്യമായി, എസ്രായുടെ പുസ്തകത്തിലാണ് എസ്രാ ഒരു ശാസ്ത്രി ആയിരുന്നു എന്ന പദം നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ന്യായപ്രമാണം നന്നായി പഠിച്ച വിഭാഗം. ഇങ്ങനെയുള്ള പല വിഭാഗങ്ങളിൽ വെച്ച് ഈ പരീശന്മാരെ എസ്റ്റീംഡ് സെക്സ് ആയിട്ട് കണക്കാക്കിയിരുന്നു, റിലീജിയസ് സെക്സ് ആയിട്ട് കണക്കാക്കിയിരുന്നു. എന്താ കാരണം? അവർ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ഭയങ്കര തീഷ്ണമായി അതിനെ പിന്തുടരുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും എക്സ്റ്റേണൽ ഹോൾനെസ് ഓഫ് ലൈഫ് ആൻഡ് കൺവെർസേഷൻ അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. ലാസ്റ്റ് they separated and distinguished themselves hereby from other people and hence they had their name. മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് നിന്നതുകൊണ്ടാണ് ഇവരെ പരീശന്മാരെന്ന പേര് ഇവർക്ക് കിട്ടിയത് തന്നെ. മറ്റു വിഭാഗങ്ങളിൽ നിന്ന് അവര് ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ട് വേർപെട്ട് നിന്നതുകൊണ്ടാണ് ഇവർക്ക് ആ പേര് കിട്ടിയത്. ഫാരിസീസ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം, ആ ടേമിന്റെ അർത്ഥം സെപ്പറേറ്റഡ് എന്നാണ്, വേർപെട്ടവരെന്നാണ്. ഫാരിസി എന്ന വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റഡ് വൺ. ഒരു പരീശൻ എന്ന് പറഞ്ഞാൽ വേർപെട്ടവൻ എന്ന് പറഞ്ഞാൽ മറ്റ് അനാചാരങ്ങളിൽ നിന്ന്, മറ്റ് യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒഴുക്കൻ മട്ടിൽ ആത്മീയ ജീവിതം നയിച്ചിരുന്ന അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം എന്ന ആശയത്തിലാണ് ഇവർക്ക് പരീശൻ എന്ന പേര്, പരീശർ എന്ന പേര് ഇവർക്ക് കിട്ടിയത്. ഫാരിസീസ് എന്ന പേര് വരാൻ കാരണം ഇവർ മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് നിന്നതുകൊണ്ടാണ്, ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ട് നിന്നതുകൊണ്ടാണ്. അപ്പോ ആ വിഭാഗത്തിലായിരുന്നു ആര് ഉൾപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ, മതപരമായി നോക്കിക്കഴിഞ്ഞാൽ, ന്യായപ്രമാണം സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ അതിനെ ലിറ്ററലി ഫോളോ ചെയ്യുന്ന, യേശു പറഞ്ഞ ഒരു പദം, അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിലൂടെ ആഡ് ചെയ്യാം. യേശു പറഞ്ഞൊരു പദമാണ്, പരീശന്മാരായ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചതകുപ്പ, ജീരകം തുടങ്ങിയവയിലൊക്കെ പതാരം കൊടുക്കുന്നു, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നു.
പക്ഷെ എന്താ നിങ്ങൾക്ക് എന്തില്ല? ന്യായപ്രമാണത്തിലെ ഘനമേറിയ അല്ലെങ്കിൽ പ്രാധാന്യമേറിയ വെയിറ്റേജ് ഉള്ള ദയ, കരുണ, മേഴ്സി, കമ്പാഷൻ, ടെൻഡർനെസ്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? വിട്ടുകളയുന്നു. ഹാമേൻ. അപ്പോ അവരുടെ ആ ആദ്യത്തെ ഭാഗം നോക്കി യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ ചതവുപ്പ, ജീരകം ഇവയിലൊക്കെ ദശാംശം കൊടുക്കുന്നു. നമുക്കത് അതിനെക്കുറിച്ചൊരു എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സാധാരണ ദശാംശം എന്ന് പറയുന്നത് എന്തിനെയാണ്? 10 ദശാംശം, ലിറ്ററലി ടൈത്ത് എന്ന് പറയുന്നത് 1/10. അപ്പോ നമുക്ക് 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് 10 രൂപ മാറ്റിവെച്ച് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവാലയത്തിലേക്കോ സുവിശേഷ പ്രവർത്തനത്തിനോ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. ദൈവം തന്ന നന്മയിൽ നിന്ന് ഒരു ഓഹരി. അത് പഴയ നിയമത്തിൽ ദൈവം കൽപ്പിച്ച, യാക്കോബ് എടുത്ത തീരുമാനമാണ്, ഞാൻ സകലത്തിലും പതാരം കൊടുക്കും, ദശാംശം കൊടുക്കുമെന്ന് യാക്കോബ്. പിന്നീട് അത് ദശാംശം ഒരു പ്രമാണമായിട്ട് നൽകുന്നത്, ന്യായപ്രമാണത്തിൽ നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എനിവേ, ഇവരെന്ത് ചെയ്തു? ഇവരെ ഈ പണത്തിൽ മാത്രമല്ല ദശാംശം കൊടുത്തിരുന്നത്. ഇവരെന്ത് ചെയ്യും? കടയിൽ നിന്ന് ജീരകം മേടിച്ചോണ്ട് വന്നിരിക്കട്ടെ, ഉദാഹരണം പറയാ, ജീരകം, അതിനെത്ര വലിപ്പമുണ്ട്. ആ ജീരകം മേടിച്ചോണ്ട് വന്നാൽ ഇവരുടെ ഒരു ദിവസത്തെ പണിയെന്ന് പറയുന്നത്, ആ ജീരകത്തിൽ 9 എടുത്തിട്ട് 10ാമത്തത് മാറ്റിവെക്കും. അടുത്ത 9 എടുക്കും, 10ാമത്തത് മാറ്റിവെക്കും. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു എഴുത്തുകാരൻ അതേക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ജീരകത്തിൽ പോലും അവരെന്ത് ചെയ്യുന്നു? ദശാംശം കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം എന്ത് ഉദ്ദേശിച്ച് എഴുതിയോ അതിനെ അക്ഷരാർത്ഥത്തിൽ അവരങ്ങ് എടുത്തിട്ട് ലിറ്ററലി അതിനെ അങ്ങ് ഫോളോ ചെയ്യുന്നു. അല്ലാത്തവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല, അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കത്തില്ല, നീതീകരിക്കപ്പെടത്തില്ല എന്നൊക്കെ അവർ പഠിപ്പിക്കുവാനും ഇടയായി. പൗലോസ് അപ്പോസ്തലൻ ഈ തീഷ്ണതയേറിയ വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നു. ജഡത്തിൽ പ്രശംസിക്കാൻ മറ്റാരെക്കാളും അധികം എനിക്കുണ്ട് എന്ന് പൗലോസ് പറയുന്നതിൽ ഒരു കാര്യം, ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന അർത്ഥത്തിൽ ആ പദമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 6ാമത്തെ വാക്യം, കൺസേണിങ് സീൽ പെർസിക്യൂട്ടിംഗ് ദി ചർച്ച്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. അടുത്ത്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ടച്ചിങ് ദ റൈച്ചസ്നെസ് വിച്ച് ഈസ് ഇൻ ദ ലോ ബ്ലെയിംലെസ്. ആമേൻ. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിലെ ഏത് കാര്യം എടുത്താലും പൗലോസിനെ കുറ്റം പറയാൻ ആർക്കും പറ്റത്തില്ല. അദ്ദേഹം റൈറ്റ് ആയിരുന്നു, എല്ലാ കാര്യത്തിലും അതുപോലെ ഫോളോ ചെയ്ത ആളായിരുന്നു എന്ന ആശയത്തിൽ. അപ്പോൾ ഇവിടെ കൺസേണിങ് സീൽ പെർസിക്യൂട്ടിംഗ് ദ ചർച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന പൗലോസ് ജഡത്തിൽ പ്രശംസിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആ പദം ഉപയോഗിച്ചിരിക്കുന്നു ആമേൻ എന്ന് നമുക്ക് നോക്കാം. ദ വേർഡ് സീൽ ഇസ് പ്രോബ്ലി യൂസ്ഡ് ഓൾമോസ്റ്റ് ടെക്നിക്കലി ടു ഡിസ്ക്രൈബ് ഹിസ് adhesion to the principles of the zealots. എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഇടയ്ക്ക് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, എരിവുകാരെന്ന ഒരു വിഭാഗം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര തീഷ്ണത ഏറിയ, വിപ്ലവകാരികളായ, വിപ്ലവത്തിലൂടെ രാജ്യത്തെ സ്വതന്ത്രമാക്കുക, അതിനുവേണ്ടി ഏതറ്റം വരെയും പോവുക, യുദ്ധം ചെയ്യണമെങ്കിൽ ചെയ്യുക എന്നൊക്കെ പറയുന്ന പൗലോസ് ഇവിടെ ആ പദമാണ് ഉപയോഗിച്ച്, ശുഷ്കാന്തി, സെലറ്റ്സ്, സെലസ്, സീൽ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ താനൊരു സെലറ്റ് ആയിരുന്നു എന്നല്ല പറയുന്നത്, ഞാനൊരു എരിവുകാരനായിരുന്നു എന്നല്ല. അവരിലുണ്ടായിരുന്ന ആ തീഷ്ണത, എരിവുകാർക്കുണ്ടായിരുന്ന ആ തീഷ്ണത എനിക്കും ഉണ്ടായിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അതിനെ പഴയ നിയമത്തിലൊരു ഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണ്. ഫിനെഹാസ് ആരായിരുന്നു? അഹരോന്റെ പുത്രന്മാരിൽ ഒരുവനായിരുന്നു ഫൈനഹാസ്. ഫിനെഹാസ് എന്ത് ചെയ്തു? ഇസ്രായേൽ ജനം ആ സമയത്ത് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വേളയിൽ, നമുക്കറിയാം സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്, അവിടെ ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് ബാലാം ബിലയാമിനെ കൊണ്ടുവരികയാണ്. ആരാ? മോവാബൈറ്റ് കിങ് ആയ ബാലാക്ക് ബാലാമിനെ കൊണ്ടുവരികയാണ്. ബാലാം ആരായിരുന്നു? ദൈവത്തിന്റെ പ്രവാചകൻ എന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത്. കണ്ണടച്ചിരിക്കുമ്പോൾ ദർശനം കാണുന്നവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ എന്നൊക്കെ പറയുകയാണ്. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ ഒരു വിച്ച് ക്രാഫ്റ്റ് ആയിട്ട്, ഒരു ആഭിചാരകനായിട്ട് യോശുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. എനിവേ, ഈ മനുഷ്യൻ ആരെയെങ്കിലും ശപിച്ചാൽ ആ ശാപം അവന്റെ മേൽ പതിക്കും, ഉറപ്പായിട്ട് സംഭവിക്കും എന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മോവാബൈറ്റ് കിങ് ആയ ബാലാക്ക്, വാസ്തവത്തിൽ ഇസ്രായേൽ ജനത്തിന് ഈ മോവാബ്യ രാജ്യവുമായിട്ട് ആ പ്രദേശം അവർക്ക് പിടിച്ചെടുക്കാനോ
കനാന്റെ ഭാഗമായിട്ട് അവർക്ക് വാഗ്ദത്ത ഭൂമിയോ അല്ലായിരുന്നു. മോവാബ് നമുക്കറിയാം, ലോത്തിന്റെ മക്കളാണ്, വംശാവലിയിൽപ്പെടുന്നവരാണ് മോവാബ്യർ, അമോന്യരും മോവാബ്യരും. ഇന്നത്തെ ജോർഡാൻ പ്രദേശത്ത് താമസിക്കുന്നത് അവരാണ്. അമാൻ, ജോർഡാന്റെ ക്യാപിറ്റൽ അമാൻ ഒക്കെ അമോന്യരിൽ നിന്ന് വന്ന വിഭാഗമാണ്. അപ്പോ ഈ ഇസ്രായേൽ ജനത്തിന് ഈ മോവാബ്യരെ പിടിക്കാനോ അവരെ ആക്രമിക്കാനോ അവരിൽ നിന്ന് എന്തെങ്കിലും കൊള്ളയടിക്കാനോ ഒന്നും പദ്ധതിയില്ലായിരുന്നു. പക്ഷേ ബാലാക്കിനൊരു പേടി, ഇവർ വലിയൊരു കൂട്ടമായി വരികയാണ്, ഇവരെങ്ങാനും പിടിച്ചെടുത്താലോ എന്റെ രാജ്യം എന്നുള്ള ഭയം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ബിലയാമിനെ കൂലി കൊടുത്ത് വിളിച്ചു വരുത്തി, വലിയ ഓഫറൊക്കെ കൊടുത്ത് വിളിച്ചു വരുത്തി. കാരണം ബിലയാം ആരെങ്കിലും ശപിച്ചാൽ അവർ മുടിഞ്ഞു പോകും. ആ ഉറപ്പുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ബിലയാമിനെ വിളിച്ചു വരുത്തിയത്. മീൻ നമ്മുടെ നാട്ടിലൊക്കെ ചിലർ ഇതുപോലെ ഉണ്ട്. അവര് ചിലർ പറയും അവന്റെ നോട്ടം തട്ടിയാൽ അത് മുടിഞ്ഞത് തന്നെ എന്ന് പറയാറുണ്ട്. എനിവേ, ഈ ബിലയാമിന് അദ്ദേഹത്തിന് ആ രീതിയിൽ ജനം ഭയപ്പെട്ടിരുന്നു. അപ്പോ ഈ ബിലയാമിനെ വിളിച്ചു വരുത്തിയപ്പോൾ ബിലയാം ഇവരെ എപ്പോഴൊക്കെ ശപിക്കാൻ ആഗ്രഹിച്ചു വാ തുറന്നുവോ അപ്പോഴെല്ലാം തന്റെ നിയന്ത്രണത്തിനപ്പുറമായി അദ്ദേഹത്തിന് അനുഗ്രഹം മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം അതിന് ബോട്ടം ലൈനായിട്ട് പറയുന്നത്, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും എന്ന് പറയുകയാണ്. ഇസ്രായേലിനെ ശപിക്കാൻ ഗിരിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ, മലയുടെ മുകളിൽ നോക്കുമ്പോൾ അവരുടെ കൂടാരങ്ങൾ മനോഹരമായി കാണുകയാണ്. വാസ്തവത്തിൽ അവരുടെ കൂടാരം മനോഹരമൊന്നുമല്ല, ലിറ്ററൽ മീനിങ്ങിൽ മനോഹരമൊന്നുമില്ല. പക്ഷേ ദൈവത്തിന്റെ മേഘം, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ഷെക്കേന, ക്ലൗഡ്, ദൈവത്തിന്റെ ആ ക്ലൗഡ് ഉണ്ടല്ലോ, മേഘം, അവരെ മൂടിയിരുന്നത് കൊണ്ട് അവരിലെ ആ കൂടാരങ്ങളുടെ സൗന്ദര്യമല്ല, ദൈവത്തിന്റെ മഹത്വത്തിന്റെ സൗന്ദര്യം അവരെ മൂടിയിരുന്നു. അത് കണ്ടാ പറയുക, ഇസ്രായേലിനെ അവന്റെ സൗന്ദര്യത്തെയൊക്കെ വർണ്ണിക്കുകയാണ്. എനിവേ, ഇത് കഴിഞ്ഞപ്പോഴേക്കും ബാലാക്ക് ബിലയാമിനോട് ചോദിച്ചു, ഞാൻ നിന്നെ ശപിക്കാനാ വിളിച്ചു വരുത്തിയത്, നീ വാസ്തവത്തിൽ അവർ ശപിച്ച് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിനക്ക് തരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ബിലയാം പറഞ്ഞു, ദൈവം ശപിക്കാത്തവനെ എനിക്ക് ശപിക്കാൻ പറ്റത്തില്ല. എനിക്ക് അവര് വേർപെട്ട ജനമാണ്. ജാതികളുടെ കൂട്ടത്തിൽ അവര് എണ്ണപ്പെടുന്നുമില്ല, നാഷൻസിന്റെ കൂട്ടത്തിൽ അവരെ കണക്കാക്കിയിട്ടില്ല. അവരൊരു സെപ്പറേറ്റ് നേഷനായിട്ട്, ഒരു പ്രത്യേക ജാതിയായി ഇസ്രായേൽ നിലകൊള്ളുകയാണ്. ദൈവം അങ്ങനെ വേർതിരിച്ചിരിക്കുകയാണ്. അപ്പൊ ബാലാക്ക് വളരെ നിരാശപ്പെട്ടു. ആ ഭാഗത്ത് സംഖ്യാപുസ്തകത്തിൽ അവിടെ അടുത്ത് ബാലാക്ക് ബിലയാമിന് എന്ത് ഉപദേശിച്ചു കൊടുത്തു എന്ന് തുടർന്ന് എഴുതിയിട്ടില്ല. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ബാലാക്കിനെ ജനത്തെ വഴിതെറ്റിക്കുവാനായിട്ട് ഉപദേശം കൊടുത്ത ബിലയാമിന്റെ വഴിയെക്കുറിച്ച് യൂദായുടെ ലേഖനത്തിലും അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് പരാമർശമുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ സംഖ്യാപുസ്തകത്തിലെ ആ ഭാഗം കഴിഞ്ഞ് അടുത്ത പാസേജ് നമ്മൾ വായിച്ചാൽ അടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ആ കാലത്ത് മോവാബ്യ സ്ത്രീകൾ മോവാബ്യ സ്ത്രീകളുടെ അടുക്കലേക്ക് ഇസ്രായേലിലെ പുരുഷന്മാർ ചെല്ലുവാനായിട്ട് തുടങ്ങി. അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരുമായിട്ട് ഇടപഴകുവാനായിട്ട് തുടങ്ങി. ഇത് പാളയത്തിൽ വലിയ ദൈവത്തിന്റെ ന്യായവിധി വരുന്നതിന് കാരണമായി, വലിയ ന്യായവിധി വരുന്നതിന് കാരണമായി. ഈ സമയത്ത് ഇതിന് ദൈവം ഇവരിൽ കോപിച്ചു. ദൈവത്തിന്റെ ന്യായവിധിക്ക് പരിഹാരം എന്ത് എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഈ പാപം ചെയ്തവരെ എല്ലാം എന്ത് ചെയ്യണം? നശിപ്പിച്ചു കളയണം, അവരെ കൊന്നു കളയണം, അവരോട് ദയ കാണിക്കരുത് എന്ന് പറയുകയാണ്. ഈ സമയത്ത് ഒരു പുരുഷൻ, ഒരു ഇസ്രായേലിയ പുരുഷൻ ഒരു മോവാബ്യ സ്ത്രീയെ ഇതുവരെ അങ്ങോട്ട് അവരുടെ മോവാബിലേക്ക് ചെന്ന് അവരുമായിട്ട് ഇടപഴകിയിരുന്ന ആ സ്ഥിതിയിൽ നിന്ന് കുറെ കൂടെ അഹങ്കാരം കാണിച്ചുകൊണ്ട് മോവാബ്യ സ്ത്രീയായ ഒരുവളെ ഈ ഇസ്രായേലിലെ പാളയത്തിലേക്ക് കൊണ്ടുവന്നു. എന്തിനാ ബിലയാം ഈ ഉപദേശം പറഞ്ഞു കൊടുത്തത്? ഈ ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ, ദൈവത്തിന്റെ ജനത്തെ നശിപ്പിക്കുവാൻ, ദൈവത്തിന്റെ ജനത്തെ ശപിക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ഒരു ശക്തിക്കും ഇവരെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇവരെ നശിപ്പിക്കണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം. അവർ വിചാരിക്കേണ്ടത്? അവര് പാപം ചെയ്താൽ, അശുദ്ധി അവരിൽ കണ്ടാൽ ദൈവത്തിന്റെ സംരക്ഷണം അവരിൽ നിന്ന് നഷ്ടപ്പെടും, ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരും. ഹല്ലേലൂയ. നമുക്ക് ലിറ്ററൽ മീനിങ്ങിൽ ഇന്നത് ബാധകമല്ലെങ്കിലും ദൈവസഭയെ സംബന്ധിച്ചും ഇത് വാസ്തവമാണ്. പുറത്തു നിന്ന് ഒരു ശക്തിക്കും ദൈവസഭയെ നശിപ്പിക്കാൻ പറ്റത്തില്ല.
കർത്താവ് തന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ പറ്റത്തില്ല. ദൈവസഭയെ നശിപ്പിക്കുന്നത് ദൈവസഭയ്ക്കുള്ളിലുള്ളവർ തന്നെയാണ്. ആമേൻ. ഇത് ഇന്നും ആത്മീയ അർത്ഥത്തിൽ ഇന്നും യാഥാർത്ഥ്യമായ സംഗതിയാണ്. എനിവേ, നമ്മുടെ വിഷയം അവിടെ അല്ല, ഞാൻ ഒത്തിരി അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഈ മോവാബ്യ സ്ത്രീയുമായി പാളയത്തിലേക്ക് ഒരുത്തനും വരുന്നത് കണ്ടപ്പോൾ അഹരോന്റെ മകനായ ഫിനെഹാസ് തീഷ്ണതയോടെ എരിവോടെ ചെന്ന് പാളയത്തിന്റെ നടുവിലേക്ക്, കൂടാരത്തിന്റെ അകത്തേക്ക് ചെന്ന് ഇരുവരെയും കുന്തം കൊണ്ട് കുത്തി അവൻ ഒരുമിച്ച് ഒറ്റക്കുന്തത്തിന്റെ ഒറ്റക്കുത്തിൽ ആ ഇരുവരെയും സംഹരിച്ചു കളഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ കോപം മാറിയെന്നും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു എരിവ് പിന്നീട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ബൈബിളിൽ. പിന്നീട് അതേക്കുറിച്ച് ഈ ഒരു സീലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതേ വാക്കാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശുഷ്കാന്തി സംബന്ധിച്ച് അല്ലെങ്കിൽ സീൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സഭയെ ഉപദ്രവിച്ചവനാണ്. പൗലോസ് അപ്പോസ്തലൻ പിന്നീട് അതിൽ റിഗ്രറ്റ് ചെയ്തു, അനുതപിച്ചു, താൻ ചെയ്തത് തെറ്റാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. പക്ഷേ ജഡത്തിൽ പ്രശംസിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഇവരെക്കാളൊക്കെ ഞാൻ കുറെ കളിച്ചവനാണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ നാടൻ ഭാഷയിൽ. ആ രീതിയിൽ പറയുക, എനിക്കുണ്ടായിരുന്ന ആത്മീയ തീഷ്ണത അത് ശരിയാണെന്നല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ന്യായപ്രമാണത്തെ ഗാർഡ് ചെയ്യേണ്ടതിന്, ന്യായപ്രമാണത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതിന് ഞാൻ കാണിച്ച എരിവ് ഇവരാരും കാണിച്ചിട്ടില്ല. അങ്ങനെ ജഡത്തിൽ പുകഴാൻ നോക്കിയാൽ അവരെക്കാൾ കൂടുതൽ എനിക്ക് പുകഴാനുണ്ട്. ആ എരിവ് കാരണം ദൈവസഭയെ ഉപദ്രവിക്കുക വരെ ചെയ്തിട്ടുള്ള വ്യക്തിയാ ഞാൻ എന്ന നമുക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ പറയാനായിട്ട് ഉള്ളത്. അപ്പോ പൗലോസ് അപ്പോസ്തലൻ ഒരു ഇന്റലക്ച്വൽ ഒരു ഒപ്പോണന്റ് മാത്രമായിരുന്നില്ല. പിന്നെ ഹി വാസ് ഓൾസോ ആൻ ആക്റ്റീവ് ഫൈറ്റർ അഗേൻസ്റ്റ് ദം ഈവൻ ഇൻ ഹിസ് ബ്ലൈൻഡ്നെസ് ടു ഗോഡ്. അപ്പോ ബുദ്ധി അല്ലെങ്കിൽ തന്റെ അറിവും കഴിവും മാത്രമല്ല ദൈവസഭയ്ക്കെതിരെ അദ്ദേഹം ഉപയോഗിച്ചത്. തന്റെ അധികാരം, തനിക്ക് ഉണ്ടായിരുന്ന സ്വാധീനം, തന് ലിറ്ററലി ആ ദൈവസഭയെ ഉപദ്രവിക്കുവാനായിട്ട് അതെല്ലാം ഉപയോഗിച്ചതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്ത് പറയുന്നു, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ എന്ന് പറയുകയാണ്. concerning the righteousness which is in the law, blameless. അതെന്താ കാണിക്കുന്നത്? This shows that Paul achieved the standard of righteousness which was accepted among the men of his day, though this standard fell short of God's holy standard. അത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ മാനദണ്ഡവുമായിട്ട് അതിനെ നമുക്ക് അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ അന്നത്തെ സമൂഹം എന്താണോ, ഒരു വിശുദ്ധനായ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് സമൂഹം, യഹൂദ മതം എന്താണോ ചിന്തിച്ചിരുന്നത്, ആ രീതിയിൽ ചിന്തിച്ചാൽ പൗലോസ് ബ്ലെയിംലെസ് ആയിരുന്നു. ഒരു കുഴപ്പവും ഒരു കുറവും ന്യായപ്രമാണത്തിൽ പൗലോസിൽ ആരോപിക്കാൻ ആർക്കും കഴിയാതെ വണ്ണം താൻ ബ്ലെയിംലെസ് ആയി ജീവിച്ച വ്യക്തിയാണ്. അപ്പോ ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജഡത്തിൽ പ്രശംസിക്കാൻ ഈ പറയുന്ന ആരെക്കാളും അധികം എനിക്ക് ഉണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് അടുത്ത് പറയുന്നു, എങ്കിലും നോക്കൂ, ഈ ജഡത്തിൽ നിന്ന് പ്രശംസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിന്നും ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ഇവരെക്കാളൊക്കെ പുകഴാൻ എനിക്കുണ്ട്, പ്രശംസിക്കാൻ എനിക്കുണ്ട്. ഇവരെക്കാൾ കൂടുതൽ ഞാൻ ദൈവസഭയ്ക്കെതിരെ നിന്നവനാ. പക്ഷേ ഇപ്പോൾ ലാഭമായിരുന്നതൊക്കെയും, ഈ ലോകത്തിൽ ലാഭമായിരുന്നതൊക്കെയും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. ബട്ട് വാട്ട് തിങ്സ് ഓഫ് ദിസ് നേച്ചർ വെർ വൺസ് റെപ്യൂട്ടഡ്. ഒരു കാലത്ത് ബഹുമാനത്തിന് വേണ്ടി ഉണ്ടായിരുന്നതെല്ലാം, തനിക്ക് ലാഭമായിരുന്നത്, പ്രയോജനമായിരുന്നത്, നേട്ടമായിരുന്നത്, അതെല്ലാം എന്ത് ചെയ്തു? ഇപ്പോൾ അതെല്ലാം ഛേദം എന്ന് എണ്ണിയിരിക്കുകയാണ് പൗലോസ്. ഐ ഹാവ് അക്കൗണ്ടഡ് ലോസ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തിങ്സ് ഓഫ് നോ വാല്യൂ, ഒരു വിലയുമില്ലാത്തതെന്ന് ഞാൻ അതിനെ കാണുകയാണ്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ നേട്ടമായിരുന്നത്, ഞാൻ പരീക്ഷനായിരുന്നത്, സമൂഹത്തിൽ എനിക്കുണ്ടായിരുന്ന പദവി, ഇതെല്ലാം ഇന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്കത് ഒരു വിലയും ഇല്ലാത്തത് ആണ്. എന്താ കാരണം? യേശു ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞു. ക്രിസ്തുവിലെ നീതീകരണത്തെ മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്നത്.
ഇതിനൊന്നും എനിക്ക് നീതീകരണം തരാൻ കഴിഞ്ഞില്ല. ഈ ഞാൻ ഇസ്രായേൽ ഇസ്രായേലിന്റെ വംശാവലിയിൽപ്പെട്ടവനായതുകൊണ്ടോ, ബെന്യാമിൻ ഗോത്രക്കാരനായതുകൊണ്ടോ, പരിച്ഛേദനയേറ്റവനായിരുന്നതുകൊണ്ടോ, എബ്രായനിൽ ജനിച്ച എബ്രായനായിരുന്നതുകൊണ്ടോ, പരീശനായിരുന്നതുകൊണ്ടോ, സഭയെ ഉപദ്രവിച്ചവനെന്നൊക്കെ പറയാൻ ഗർവ് പറയാനുണ്ടായിരുന്നതുകൊണ്ടോ, ന്യായപ്രമാണത്തിൽ അനിന്യൻ എന്ന് പറയാൻ, ഇതൊന്നും എനിക്ക് എന്ത് തന്നില്ല? നീതീകരണം തന്നില്ല. ഇതൊന്നും എന്നെ നീതീകരിച്ചില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം വിലയില്ലാത്തത് എന്ന് മനസ്സിലാക്കി. ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു പ്രാധാന്യവുമില്ല, ഒരു പ്രയോജനവുമില്ല. തിങ്സ് ഓഫ് നോ വാല്യൂ, ഒരു മൂല്യവുമില്ലാത്തതാണ് ഈ പറയുന്നതെല്ലാം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആമേൻ. ആമേൻ. ഐ മൈറ്റ് ത്രൂ ഹിം ബി അക്സെപ്റ്റഡ് ഓഫ് ഗോഡ് ആൻഡ് ബി സേവ്ഡ്. പിന്നെ എങ്ങനെ മാത്രമാ ഞാൻ നീതീകരിക്കപ്പെട്ടത്, രക്ഷിക്കപ്പെട്ടത്, ദൈവം എന്നെ അംഗീകരിച്ചത്? യേശു ക്രിസ്തു മുഖാന്തരം മാത്രമാണ്. ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാന് ഛേദം എന്ന് എണ്ണുന്നു. മാത്രമല്ല, ഡൗട്ട്ലെസ് ആൻഡ് ഐ കൗണ്ട് ഓൾ തിങ്സ് ബട്ട് ലോസ് ഫോർ ദി എക്സലൻസി ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് മൈ ലോർഡ്. എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ആമേൻ. രക്ഷിക്കപ്പെട്ട് കൃപയിൽ വന്നതിന് ശേഷം ഇവിടെ ഏതെങ്കിലുമൊക്കെ പുകഴ്ചകളോ വേദികളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുന്നതിനെ ഞാൻ വലിയ വില മതിക്കുന്ന, അത് വലിയ കാര്യമായി ഞാൻ ഇപ്പോൾ അതും എനിക്ക് വലുതല്ല. അതൊന്നും എനിക്ക് വലുതല്ല. നോട്ട് ഓൺലി ദോസ് തിങ്സ് വിച്ച് ഹി ഹാഡ് ജസ്റ്റ് സ്പെസിഫൈഡ് ആൻഡ് വിച്ച് ഹി ഹാഡ് ഹിംസെൽഫ് possessed. He says he would be willing to renounce in order to obtain an interest in the Savior. But everything which could be imagined, എന്തൊക്കെ ഒരു മനുഷ്യന് തനിക്ക് വലുതെന്ന്, തനിക്ക് ശ്രേഷ്ഠമെന്ന് ചിന്തിക്കാൻ കഴിയുമോ അതെല്ലാം, ഈ ഭൂമിയിൽ എന്തൊക്കെ ഒരു മനുഷ്യൻ ലാഭമെന്ന് ചിന്തിക്കുന്നുവോ അതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? സകലതും ഞാൻ വിലയില്ല എന്ന് എണ്ണുകയാണ്. ഈ ഭൂമിയിലെ യാതൊന്നും എനിക്ക് വിലയുള്ളതായി ഞാൻ കാണുന്നില്ല. Where all the wealth and honor which could be conceived of his, he would be willing to renounce them in order that he might obtain the knowledge of the Redeemer. He would be gainer who should sacrifice everything in order to win Christ. Paul had not only acted on this principle when he became a Christian, but had ever afterward continued to be ready to give up everything in order that he might obtain interest in the Savior. ഇനി ഇതുവരെ ഞാൻ അങ്ങനെ ആയിരുന്നു എന്നതിലപ്പുറം ഇനി മേലാലും എൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രം, എനിക്ക് എൻ്റെ കർത്താവാണ് വലുത്, എൻ്റെ യേശു മാത്രം എനിക്ക് മതി. ആമേൻ. 9-ാം വാക്യത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആമേൻ. എ ഹീബ്രു എക്സ്പ്രഷൻ ടു ഡിനോട്ട് എക്സലന്റ് നോളജ്. ഇവിടെ എക്സലൻസി ഓഫ് ദ നോളജ് എന്ന പദം യഹൂദന്മാര് ഹീബ്രു എക്സ്പ്രഷൻ ആണ്. ടു ഡിനോട്ട് എക്സലന്റ് നോളജ്, വലിയ ജ്ഞാനമുള്ള വ്യക്തികളെ നമ്മളൊക്കെ വിദ്വാനെന്നോ ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്ന ആ പദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഉപയോഗിച്ചത്. എക്സലൻസി ഓഫ് ദ നോളജ്. Amen. The idea is that he held everything else to be worthless in comparison with that knowledge. ഏത് നോളജ്? എക്സലൻസി ഓഫ് ദ നോളജ്. നിങ്ങൾ ഈ പറയുന്ന ന്യായപ്രമാണം പഠിച്ച് മനഃപ്പാടമാക്കിയും അതിൽ മുഴുവനും അറിഞ്ഞ് ശാസ്ത്രിമാരെ പോലെ എക്സലൻസി നോളജ് എന്ന് നിങ്ങൾ പറയുന്ന ആ നോളജ് അല്ല യഥാർത്ഥ എക്സലൻസി ഓഫ് നോളജ്. പിന്നെന്താ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് എക്സലൻസി ഓഫ് ടേം. പൗലോസ് അപ്പോൾ സൂക്ഷ്മതയോടെ ഇതിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുക. ദ റിയൽ എക്സലൻസി ഓഫ് നോളജ് ഈസ് നോയിങ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. മറ്റെന്തൊക്കെ അറിവ് സമ്പാദിച്ചാലും യേശുവിനെ കുറിച്ച് അറിയുന്നില്ലെങ്കിൽ നീന്താൻ മാത്രം അറിയത്തില്ലാത്ത ആളിനെ പോലെ അല്ലേ? വള്ളത്തിൽ കയറിയിട്ടെ സൈക്കോളജി അറിയാവോ? അറിയത്തില്ല. ബയോളജി അറിയാവോ? അറിയത്തില്ല. പിന്നെ ഫിസിയോളജി അറിയാവോ? അറിയത്തില്ല. പിന്നെ എന്ത് ലോജി അറിയാം? ഈ ലോജിയൊന്നും അറിയത്തില്ല. അതായത് കാറ്റ് വരുന്നു, മഴ വരുന്നു, വള്ളം മുങ്ങാൻ തുടങ്ങുന്നു. അങ്ങേക്ക് നീന്തോളജി അറിയാവോ? സിമ്മോളജി അറിയാവോ? ബാക്കി എല്ലാ ഓളജിയും ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ സിമ്മോളജി ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് വശമില്ല. എന്നാൽ എനിക്ക് ജീവിതത്തിന്റെ കുറച്ചു ഭാഗം, 3/4 ഭാഗമേ നഷ്ടപ്പെട്ടുള്ളൂ. ബാക്കി 1/4 ഭാഗം കൊണ്ട് ഞാൻ ജീവിച്ചു വെക്കോളാം. അങ്ങയുടെ ജീവിതം നീന്തോളജി അറിയാത്തത് കൊണ്ട് മുഴുവനും ഇവിടെ ഈ വെള്ളത്തിൽ തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ അത് ഞാൻ ഉദാഹരണമായി ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ അറിയാതെ മറ്റെന്തൊക്കെ അറിവുണ്ടെങ്കിലും, ഇഫ് യു ഡു നോട്ട് നോ
Christ Jesus, if you do not have the knowledge about Jesus Christ and his salvation, all other knowledge is worthless. Amen. ഇത് നമ്മൾ തിരിച്ചറിയണം. ആൻഡ് ഹി വാസ് വില്ലിംഗ് ടു സാക്രിഫൈസ് എവറിത്തിങ് എൽസ് ഇൻ ഓർഡർ ടു ഒബ്റ്റൈൻ ഇറ്റ്. എന്ത് നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ആ ദൈവരാജ്യം എന്ന നിധി വയലിൽ ഒരു കണ്ടിട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ സ്വന്തമാക്കിയ ഒരു വ്യക്തിയെ യേശു ഉപമയിൽ പറയുന്നത് പോലെ, ഐ ആം റെഡി ടു ലീവ് ആൻഡ് സെൽ എവറിത്തിങ് എൽസ്, to give up everything else to know more about Jesus Christ, to achieve or gain this excellency of the knowledge of Jesus Christ. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, for whom I have suffered the loss of all things. Amen. For whom I have suffered the loss of all things. സകലതും ഞാൻ ഛേദം എന്ന് എണ്ണുകയാണ്. സകലതും, നോക്കൂ, all things, സകലതും ഞാനിപ്പോൾ ഛേദം, നഷ്ടം, എനിക്ക് വേണ്ട, വർത്തലെസ് ആയി, വാല്യൂ ഇല്ലാത്തതായി, നോ വാല്യൂ ആയിട്ട് ഞാൻ സകലതും എണ്ണുകയാണ്. Paul, when he became a Christian, gave up his brilliant prospects in regard to this life and everything indeed on which his heart had been placed. He abandoned the hope of honor and distinction. He sacrificed every prospect of gain or ease, and he gave up his dearest friends and separated himself from those whom he tenderly loved. He might have risen to the highest post of honor in his native land, and the path which an ambitious young man desires was fully open before him. But all this had been cheerfully sacrificed in order that he might obtain an interest in the Savior. രക്ഷകനെ നേടേണ്ടതിന്, യേശുവിനെ അറിയേണ്ടതിന്, തൻ്റെ ഭാവിയിൽ ലഭിക്കാമായിരുന്ന മുഴുവൻ പദവികളെയും, ആ പരീക്ഷ സമൂഹത്തിലെ നാളെ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? പൗലോസ്. ആമേൻ. He had a bright future in the sect where he was, in the realm where he was, in the society where he was, in the community. Amen. Was highly respected him. ഇതൊക്കെ സഭയ്ക്ക് വേണ്ടി, സഭയെ ഉപദ്രവിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഹൂദ മതത്തിന് വേണ്ടി ചെയ്തവൻ നാളെ അവരുടെ ഡിസ്റ്റിങ്വിഷ്ഡ് ലീഡറായി തീരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതിലൂടെ ലഭിക്കുന്ന പദവി, സ്വാധീനം, പ്രശസ്തി, ആമേൻ, ആ ഫ്യൂച്ചറിലേക്ക് ലഭിക്കാമായിരുന്ന മുഴുവനും, സകലതും, എവറിത്തിങ് he considered, or he considered as no value, worthless, suffered the loss of all things. പൗലോസിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ പറയുന്ന, അദ്ദേഹത്തിന്റെ പിതാവ് വലിയ ധനവാനായിരുന്നു. തനിക്ക് പാരമ്പര്യമായി യഹൂദൻ മാത്രമല്ല, റോമാ പൗരത്വം ലഭിച്ചിരുന്നു. യഹൂദന്മാർക്ക് റോമാ പൗരത്വം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പലപ്പോഴും റോമാക്കാർ യഹൂദരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരായിട്ട്, എപ്പോൾ വേണമെങ്കിലും റിവോൾട്ട് നടത്തുന്ന വിപ്ലവകാരികളായിട്ടൊക്കെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത്, റോമാ പൗരത്വം കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നില്ല. പക്ഷെ പൗലോസിന് തൻ്റെ പിതാവിന്റെ, തനിക്ക് ജന്മാവകാശമായി പൗരത്വം ലഭിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ബൈ ബർത്ത് ഹി വാസ് എ റോമൻ സിറ്റിസൺ വൈൽ ഹി വാസ് എ ജൂ. ഈ പറയുന്ന ജൂയിഷ് ലീനിയേജ് ഉള്ളപ്പോൾ തന്നെ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബം അത്രമേൽ ആദരിക്കപ്പെട്ട, അത്രയും സമൂഹത്തിൽ സ്ഥാനമുണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ കൂടെയാണ് പൗലോസ് ജനിച്ചു വളർന്നത്. ഇതെല്ലാം പൗലോസ് എന്ത് ചെയ്തു? യേശുവിനെ അറിഞ്ഞപ്പോൾ ഇതെല്ലാം നഷ്ടമാക്കി. ആമേൻ. സഫേർഡ് ദ ലോസ് ഓഫ് ഓൾ തിങ്സ്. തൻ്റെ സ്നേഹിതരെ, തൻ്റെ ആ സൊസൈറ്റിയിലെ അവരെല്ലാം തനിക്കെതിരായി മാറി. എന്താ കാരണം? ആമേൻ. ആൻഡ് ഡു കൗണ്ട് ദം ബട്ട് ഡങ്. ആമേൻ. അവയെ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? ഛേദം എന്ന് എണ്ണുന്നു. ഇപ്പോ മലയാളത്തിൽ ഛേദം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബട്ട് ഡങ് എന്നാണ്. ഡങ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. നമ്മൾ പറയും കൗ ഡങ് എന്നൊക്കെ പറയാറുണ്ടല്ലേ, ആമേൻ, ചാണകം എന്നൊക്കെ പറയാറുണ്ട്. ഡങ് അല്ലെങ്കിൽ ആമേൻ വിസർജ്യം. നോക്കൂ, പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ദ ഗ്രീക്ക് വേർഡ് യൂസ്ഡ് ഹിയർ ഈസ് സ്കബലൻ. സ്കബലൻ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒക്കേഴ്സ് നോവെയർ എൽസ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. ഇവിടെ അല്ലാതെ വേറൊരിടത്ത് പുതിയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പൗലോസ് സപ്പോസ് എന്തുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചത്? സകലതും ഛേദമെന്ന് തന്നെ. ഇറ്റ് മീൻസ് പ്രോപ്പർലി ഡ്രഗ്സ്, റഫ്യൂസ്,
what is thrown away as worthless, chaff, offal, or the refuse of a table or of slaughtered animals, and then filth of any kind. No language could express a more deep sense of the utter worthlessness of all that external advantages can confer in the matter of salvation. രക്ഷയുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന യാതൊന്നും ഈ ഭൂമിയിൽ വേറെയില്ല. നമുക്ക് ലഭിച്ച ആത്മരക്ഷയുണ്ടല്ലോ, അതിൻ്റെ വിലയുമായി താരതമ്യപ്പെടുത്താൻ പറ്റുന്ന യാതൊന്നും ഈ ഭൂമിയിലെ സകല രത്നങ്ങളും സ്വർണങ്ങളും എടുത്തു വച്ചാലും അതെല്ലാം രക്ഷയുടെ മുന്നിൽ, നമ്മുടെ ആത്മരക്ഷയുടെ മുന്നിൽ അതെല്ലാം വെറും ഡങ് ആണ്, വേസ്റ്റ് ആണ്, ചാഫാണ്, ഓഫൽ ആണ്. മീൻസ് ഇത് അതാണ് അത്രമേൽ പ്രാധാന്യം പൗലോസ് അപ്പോസ്തലൻ താൻ അനുഭവിച്ച രക്ഷകനും രക്ഷയ്ക്കും നൽകിയാണ് സംസാരിക്കുന്നത്. അതിനാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ദ ക്വസ്റ്റ്യൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ബിഫോർ ഗാഡ്, ഓൾ റിലയൻസ് ഓൺ ബർത്ത് ആൻഡ് ബ്ലഡ് ആൻഡ് എക്സ്റ്റേണൽ മൊറാലിറ്റി ആൻഡ് ഫോംസ് ഓഫ് റിലീജിയൻ ആൻഡ് പ്രയേഴ്സ് ആൻഡ് ആംസ് ഈസ് ടു ബി റിനൗൺസ്ഡ്, ആൻഡ് ഇൻ കമ്പാരിസൺ വിത്ത് ദ മെറിറ്റ്സ് ഓഫ് ദ ഗ്രേറ്റ് റെഡീമർ to be esteemed as vile. Such were Paul's views, and we may remark that if this was so in his case, it should be in ours. Such things can no more avail for our salvation than they could for his. നമ്മുടെ ജീവിതത്തിലും ഈ മാതൃക, പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ഈ ആശയം നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെ നഷ്ടമാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ ലോകത്തിൽ ഒന്നും വേണ്ട. യേശു ഇല്ലാതെ ഇവിടെ ഒന്നും നമുക്ക് നേടണ്ട. യേശുവിനെ നമ്മിൽ നിന്ന് അകറ്റുന്ന യാതൊന്നും നമുക്ക് വേണ്ട. യേശുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ഞാൻ ന്യായപ്രമാണം അതുപോലെ ബാല്യം മുതൽ അനുസരിക്കുകയാണ്. അപ്പോൾ യേശു അവനോട് പറയുകയാണ്, യേശു അവനെ സ്നേഹിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശു അവനെ സ്നേഹിച്ചിട്ട് അവനോട് പറയുകയാണ്, ഒരു കുറവ് നിനക്കുണ്ട്. വാസ്തവത്തിൽ ന്യായപ്രമാണത്തിലോ ഇനി പുതിയ നിയമത്തിലോ ഒരിടത്തും യേശു ഈ അപ്പോൾ പറഞ്ഞത് ഒരു കുറവെന്ന് ലിറ്ററലി എഴുതിയിട്ടില്ല. പക്ഷെ യേശു അവനെ പരിശോധിച്ചു, യേശു അവനെ ഡിസേൺ ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ഒരു കുറവ് നിനക്കുണ്ട്. അതെന്താ? ആ കുറവെന്താ? നിനക്ക് ആ കുറവ് നിന്നിൽ നിന്ന് മാറണമെങ്കിൽ നീ നിന്റെ സമ്പത്ത് മുഴുവനും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ ഭാരപ്പെടണ്ട, എൻ്റെ പുറകെ വന്നാൽ മതി. എന്നിട്ട് ഫോളോ മീ, ദെൻ ഫോളോ മീ. സെൽ എവരിത്തിങ്, ഗിവ് ടു ദ പുവർ, then follow me. പക്ഷെ അടുത്ത് നമ്മൾ വായിക്കുന്നത് അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട്, ബിക്കോസ് ഹി വാസ് സോ റിച്ച്, അവൻ എന്ത് ചെയ്തു? ഹി ബിക്കെയിം സാഡ് ആൻഡ് ലെഫ്റ്റ്. അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താ, വേറെ ഒരു മനുഷ്യനോട് യേശു ഇത് പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ അടുക്ക വേറെ ആരെല്ലാം വന്നിട്ടുണ്ട്? വേറെ ആരോടും യേശു ഇത് പറഞ്ഞിട്ടില്ല, നിനക്കുള്ള സമ്പത്ത് മുഴുവൻ വിറ്റിട്ട് എൻ്റെ പുറകെ വരാൻ. ചിലർ ഈ ഭാഗം മാത്രം എടുത്തിട്ട് ഇതാണ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലാം വിറ്റേശുവിൻ്റെ അങ്ങനെ അല്ല കർത്താവ് പറയുന്നത്. ആ പർട്ടിക്കുലർ പേഴ്സണ് ദൈവരാജ്യം അവകാശമാക്കാൻ ഒറ്റ കുറവാണ് ഉണ്ടായിരുന്നത്. എന്താ കുറവ്? അവൻ വളരെ സമ്പന്നനായിരിക്കുകയും അവൻ്റെ സമ്പത്തിൽ അവൻ ആശ്രയിക്കുകയും ചെയ്യുന്നവനായിരുന്നു ഈ പർട്ടിക്കുലർ പേഴ്സൺ. അതുകൊണ്ടാണ് യേശു അവനിലെ കുറവ്. നമ്മുടെ ഓരോരുത്തരിലെയും ദൈവരാജ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കുറവുകൾ വ്യത്യസ്തമായിരിക്കാം. ഓരോരുത്തരിലെയും കുറവുകൾ ഇപ്പൊ എനിക്ക് ഉള്ള കുറവായിരിക്കില്ല, എന്നെ കർത്താവിൽ നിന്ന് അകറ്റുന്ന പ്രശ്നമായിരിക്കില്ല മറ്റൊരു വ്യക്തിയുടേത്. ഞാൻ ഐ ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, പ്രേ ടു ഗോഡ്, ലോർഡ് വാട്ട് കീപ്സ് മീ അവേ ഫ്രം യു. എന്നെ അങ്ങയിൽ നിന്ന് അകറ്റുന്ന ഏത് വിഷയമാണുള്ളത്? നമ്മൾ ചിലപ്പോൾ റിനൗണ്ട് ആയിട്ടുള്ള സോ കോൾഡ് ആയിട്ടുള്ള സിന്നൊന്നും ആയിരിക്കില്ല. സമ്പത്തുണ്ടായിരിക്കുന്ന ഒരു സിന്നാണ് ആ മനുഷ്യന്, അത് പാപമല്ല. ഡയറക്റ്റീവ് പറഞ്ഞാൽ ലിറ്ററലി അത് പാപമല്ല, സമ്പത്തുണ്ടായിരിക്കുന്നത് പാപമല്ല. പക്ഷെ അവനെ സംബന്ധിച്ച് അത് അവന് പാപകാരണമായി തീരുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കാൻ അവന്റെ സമ്പത്ത് ആ വ്യക്തിക്ക് അത് കാരണമായി തീരുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് നമ്മെ ക്രിസ്തുവിനെ നേടേണ്ടതിന് തടസ്സമായി, ക്രിസ്തുവിനെ നേടുന്നതിൽ നിന്ന് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഛേദമെന്ന് എണ്ണേണ്ടിയിരിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ? എന്താണ് ഡങ് എന്ന് എണ്ണേണ്ടത്? 8-ാമത്തെ വാക്യം, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ഇംഗ്ലീഷിൽ ആ വാക്യം 9-ാമത്തെ മലയാളത്തിലെ വാക്യവുമായിട്ട് ചേർത്താണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഐ മേ വിൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. അപ്പോ നമ്മുടെ നാട്ടുഭാഷയെ പറയാറുണ്ട്, കക്ഷത്തിലിരിക്കുന്നത് കളയാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാറുണ്ട്. നമ്മൾ കക്ഷത്തിൽ ചിലത് വെച്ചിട്ട് ഇങ്ങനെ ഉത്തരത്തിലുള്ള എടുക്കുകയും വേണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇത് കളഞ്ഞാലേ അതെടുക്കാൻ പറ്റും. ഈ ആശയത്തിൽ ഞാൻ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉദാഹരണം പറഞ്ഞത്, ദാറ്റ് ഐ മേ വിൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് എന്ത് ചെയ്യുന്നു? എനിക്ക് ലാഭമായിരുന്നതൊക്കെയും, മാത്രമല്ല ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എനിക്ക് യേശു ആണ് സർവസ്വം. ക്രൈസ്റ്റ് ജീസസ് ഈസ് എവ്രിതിങ് ടു മീ. ഹല്ലേലൂയ. ഈ മനോഭാവം പൗലോസിനുണ്ടായിരുന്നെങ്കിൽ നമ്മിലും ഈ ചിന്ത തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്. ആമേൻ. Gain Christ. A man cannot make other things his gain or chief confidence and at the same time gain Christ. He who loses all things and even himself on account of Christ gains Christ. Christ is his and he is Christ. മറ്റ് ഞാൻ വിശദീകരിച്ചത് തന്നെ ആണ്. വേറെ പലതും നമ്മുടെ ലാഭമാണെങ്കിൽ യേശു നമ്മുടെ ലാഭമായി, നമ്മുടെ സ്വന്തമായി മാറുകയില്ല. ഞാൻ യേശുവിൻ്റെതും യേശു എൻ്റേതുമായി മാറുമ്പോൾ മറ്റെല്ലാം അതിന് പുറത്താണ്. അവിടെ വേറെ ഒന്നും ഇടയ്ക്ക് കടന്നു വരത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഈ 3 വാക്യങ്ങൾ ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. ഞാൻ ടൈം ഐ തിങ്ക് ഐ ക്യാൻ കവർ ദാറ്റ് പാസേജ് ഓൾസോ. ഹല്ലേലൂയ. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നു വച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. നോക്കൂ, യേശുവിനെ നേടുമ്പോൾ അതോടൊപ്പം സംഭവിക്കേണ്ട അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആൻഡ് ബി ഫൗണ്ട് ഇൻ ഹിം. നമ്മൾ ക്രിസ്തുവിനെ നേടേണ്ടതിന് എന്ന് മലയാളത്തിൽ കാണുന്നത്, ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ആൻഡ് ബി ഫൗണ്ട് ഇൻ ഹിം, അവനിൽ ഞാൻ കണ്ടെത്തപ്പെടേണ്ടതിന്. ഐ വാസ് ലോസ്റ്റ് ബട്ട് നൗ ഐ ആം ഫൗണ്ട് എന്ന് പറഞ്ഞ ആശയത്തിൽ ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു, ഞാൻ മരിച്ചുപോയവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ ആമേൻ തിരിച്ചു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ യേശുവിൽ എന്നെ കണ്ടെത്തേണ്ടതിന്, അല്ലെങ്കിൽ ഞാൻ യേശുവിൽ ആയിരിക്കേണ്ടതിന്. The foundation of his spiritual life was in what Jesus had done for him and not in what he had done or was doing or would do for Jesus in the future. യേശുവിനായി താൻ ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ഭാവിയിൽ പൗലോസ് ചെയ്യാൻ പോകുന്നതും അല്ല തൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ. അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. യേശുവിന് വേണ്ടി സുവിശേഷം അറിയിക്കണം, പ്രാർത്ഥിക്കണം, പ്രയോജനപ്പെടണം. പക്ഷേ അതല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ, അതിലല്ല. ദ റൈച്ചസ്നെസ് വിച്ച് ഈസ് ഫ്രം ഗോഡ് ബൈ ഫെയ്ത്ത്. ദൈവത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന, ദൈവം നൽകുന്ന നീതി. ആർക്ക് നൽകുന്ന നീതി? വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി. The righteousness that God gives to whom? Those who believe. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി. He disowns his own righteousness as eagerly as other men disown their sins, and he highly esteems the righteousness which Christ has wrought out for us, which becomes ours by faith. യേശുവിൻ്റെ നീതി നമ്മുടെ നീതിയായി മാറുന്ന ആ അനുഭവം എപ്പോഴാ? യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം.
പൗലോസ് ഇവിടെ പറയുന്ന ആ വാക്കൽ നോക്കിയേ, ദാറ്റ് ഐ മേ നോ ഹിം. യേശുവിനെ ഗെയിൻ ചെയ്യേണ്ടതിന് എന്ന് പറഞ്ഞ പൗലോസ് പിന്നെ പറയുകയാണ് ദാറ്റ് ഐ മേ നോ ഹിം, ഞാൻ അവനെ അറിയേണ്ടതിന്. ഐ മീൻ നോക്കൂ, നമുക്ക് ഐ മീൻ അതിന്റെ അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന് ശക്തിയെയും. ഒന്നാമത് ദാറ്റ് ഐ മേ നോ ഹിം, യേശുവിനെ ഞാൻ അറിയേണ്ടതിന്. ദാറ്റ് ഐ മേ ബി ഫുള്ളി അക്വൈൻറ്റഡ് വിത്ത് ഹിസ് നേച്ചർ, ഹിസ് ക്യാരക്ടർ, ഹിസ് വർക്ക് ആൻഡ് വിത്ത് ദ സാൽവേഷൻ വിച്ച് ഹി ഹാസ് വർക്ക്ഡ് ഔട്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഒബ്ജക്ട്സ് ഓഫ് ഡിസയർ ഇൻ ദ മൈൻഡ് ഓഫ് ദ ക്രിസ്ത്യൻ ടു നോ ക്രൈസ്റ്റ്. യേശുവിനെ അറിയുന്നത് കൊണ്ട് നമുക്കുണ്ടാകേണ്ട അല്ലെങ്കിൽ ഉണ്ടാകുന്ന മാറ്റം, പ്രത്യേകത എന്താ? യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ അറിവ് വളരുന്നു എന്നുള്ളത് മാത്രമല്ല, യേശുവിനെ കുറിച്ച് നമ്മൾ അറിയുന്നതിൽ വളരുന്നു എന്ന് മാത്രമല്ല, യേശുവുമായി അക്വൈൻറ്റഡ് ആവുകയാണ്, യേശുവിനെ പോലെ ആവുകയാണ്. അതാണ് നമുക്ക് സംഭവിക്കേണ്ടത്. യേശുവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെടുകയാണ്. യേശുവിനെ അറിയുന്തോറും കർത്താവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുകയാണ്. അതാ അവനെ അറിയേണ്ടതിന് എന്നതുകൊണ്ട് ആമേൻ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ആൻഡ് ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയേണ്ടതിന്. ഒന്ന്, യേശുവിനെ അറിയണം. രണ്ട്, ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയണം. ദർ ഇസ് നോ വൺ ട്രൂത്ത് ദാറ്റ് വിൽ ഹാവ് ഗ്രേറ്റർ പവർ ഓവർ us when properly believed than the truth that Christ has risen from the dead. His resurrection confirms the truth of the Christian religion, makes it certain that there is a future state and that the dead will also rise, dispels the darkness that was around the grave and shows us that our great interests are in the future world. നമ്മുടെ പ്രത്യാശ യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിലാണ്. യേശു ഉയർത്തെങ്കിൽ നാമും ഉയർക്കും. നാമും ഒരു ദിവസം മരണക്കുഴിയെ, കല്ലറയെ ഭേദിച്ച് പുറത്തു വരും. ആൻഡ് ഫെലോഷിപ്പ് ഹിസ് സഫറിങ്സ്, അടുത്തെന്താ അറിയേണ്ടത്? അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ, ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്സ്, അതാ നെക്സ്റ്റ് ടു നോ, അറിയേണ്ടത്. that I may participate in the same kind of sufferings that he endured, that is that I may in all things be identified with him. Paul wished to be just like his savior. യേശു കഷ്ടം അനുഭവിച്ചു, ആ കർത്താവിനോട് കൂടെ കഷ്ടം അനുഭവിക്കാൻ, അതാ എൻ്റെ ആഗ്രഹം. അതിനായിട്ട് ഈ ലോകത്തുള്ള എല്ലാം ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുകയാണ്. ബീങ് മെയ്ഡ് കൺഫേമബിൾ ടു ഹിസ് ഡെത്ത് ഇൻ ഓൾ തിങ്സ്, ബീങ് ജസ്റ്റ് ലൈക്ക് ക്രൈസ്റ്റ്, to live as he did and to die as he did. There can be no doubt that Paul means to say that he esteemed it so desirable to be just like Christ that he would regard it as an honor to die in the same manner. ഇവിടെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള അല്ലെങ്കിൽ കേട്ട് ശീലിച്ചിട്ടുള്ള, നമ്മളും ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഒരു വിരുദ്ധമായ, ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഞാനുൾപ്പെടെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? സ്വസ്ഥമായ, സമാധാനമായ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അടുത്ത് നിന്ന്, പ്രായമൊക്കെ ആയിട്ട് നമ്മുടെ മക്കളൊക്കെ അടുത്തുണ്ടായിരുന്നു, കൊച്ചുമക്കളൊക്കെ അടുത്തുണ്ടായിരുന്നു, അവർ വെള്ളമൊക്കെ തന്ന് നമ്മുടെ കണ്ണൊക്കെ അടച്ച്, അങ്ങനൊരു മരണമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, അല്ലേ? നല്ലൊരു മരണം കിട്ടിയെന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എങ്ങനെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. യേശു എങ്ങനെയാ മരിച്ചത്? യേശുവിന്റെ ക്രൂശിന്റെ താഴെ യേശുവിന്റെ അമ്മയും അതുപോലെ ഒന്ന് രണ്ട് സ്ത്രീകളും ശിഷ്യന്മാരിൽ യോഹന്നാനും അല്ലാതെ മറ്റാരുമില്ലായിരുന്നു. പൗലോസിന്റെ മരണസമയത്തും അദ്ദേഹം തലച്ഛേദം ചെയ്യപ്പെട്ട് മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. രക്തസാക്ഷിയാവുകയായിരുന്നു. നമ്മൾ ആ മരണമൊക്കെ നല്ല മരണമായിട്ടാണോ കാണുന്നത്? നമ്മുടെ കാഴ്ചപ്പാടിൽ, മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ അതെല്ലാം വളരെ വളരെ ദാരുണമായ മരണമാണ്, ശോചനീയമായ മരണമാണ്. അങ്ങനെ മരിക്കാൻ നമുക്ക് മാനുഷികമായിട്ട് നമുക്ക് ആഗ്രഹമില്ല, നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, ആരും എൻ്റെ ബന്ധുക്കളോ സ്നേഹിതരോ ചാർച്ചക്കാരോ മക്കളോ ആരും എൻ്റെ അടുത്തില്ലാതെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ യേശുവിനെ അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മരിക്കണം. അത് കല്ലേറുകൊണ്ടോ അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടേറ്റോ അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്തിയോ അല്ലെങ്കിൽ അടിച്ചു മുറിവേൽപ്പിച്ചോ
ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം എന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? ഏതെങ്കിലും പ്രവാചകൻ വന്ന് നമ്മളോട് നീ രക്തസാക്ഷിയാകുമെന്ന് പറയാൻ ഡീറ്റെയിൽ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ അന്ന് മുതൽ ചിലപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ അത് മാറിപ്പോകട്ടെ, ആ ദൂത് ശരിയല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ സാധ്യത. പക്ഷെ പൗലോസ് അപ്പോസ്തലനോട് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവന്റെ പുനരുദ്ധാനത്തിന് ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും, യേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്സ്, യേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് വെറുതെ പറയുകയല്ലായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും പൗലോസ് അപ്പോസ്തലൻ ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. വെറുതെ വാക്കുകൊണ്ട് പറയുകയല്ല, ആ ജീവിതം കൊണ്ട് അദ്ദേഹം അത് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. He would rejoice to go with him to the cross and to pass through the circumstances of scorn and pain which attended such a death. Yet how few there are who would be willing to die as Christ died, and how little would the mass of people regard it as a privilege and honor. Indeed, it requires an elevated state of pious feeling to be able to say that it would be regarded as a privilege and honor to die like Christ, to have such a sense of the loveliness of his character in all things, and such ardent attachment to him as to rejoice in the opportunity of dying as he did. They who are most like him in the scenes of humiliation here will be most like him in the realms of glory. ഒരു ദൂത് കൂടെ അതോട് ചേർത്ത് പറയുകയാണ്. ഈ ഭൂമിയിൽ യേശുവിൻ്റെ ഹ്യൂമിലിയേഷനോട്, യേശുവിൻ്റെ അപമാനത്തോട് ആരൊക്കെയാണോ അനുരൂപപ്പെടുന്നത് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത്, അവരായിരിക്കും യേശുവിൻ്റെ മഹത്വത്തിലും കർത്താവിൽ നിന്ന് ഏറ്റവും ആ മഹത്വത്തോടെ, അധിക മഹത്വത്തോടെ വസിക്കുവാൻ പോകുന്നത്. യേശുവിന് വേണ്ടി ഇവിടെ കഷ്ടം സഹിച്ചാൽ യേശുവിന് വേണ്ടി യേശുവിൽ നിത്യമഹത്വം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ആമേൻ ഈ 11 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റ് ആ ഒരൊറ്റ വിഷയമായതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇഫ് ബൈ എനി മീൻസ് ഐ മേ അറ്റൈൻ ടു ദ റിസറക്ഷൻ ഫ്രം ദ ഡെഡ്. എന്തിനു വേണ്ടിയാ? വല്ല വിധേനയും, ഏത് വിധേനയും, അറ്റ് എനി മീൻസ് ഏത് വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം. അതാണ് ലക്ഷ്യം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ സകലവും ചപ്പെന്നും ചവറെന്നും എണ്ണുന്നത്. ദിസ് വാസ് എ ഗോൾ ദാറ്റ് വാസ് വർത്ത് എനി മീൻസ് ടു പോൾ. ഈ ഭൂമിയിലെ ലാഭമൊന്നുമല്ല എൻ്റെ ലാഭം. എൻ്റെ ലാഭം എന്ന് പറയുന്നത് ആ പുനരുദ്ധാനം, അതാണ് എൻ്റെ ലാഭം. ദ സഫറിംഗ് വാസ് വർത്ത് ഇറ്റ്, കൺസിഡറിംഗ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഗോൾ ഓഫ് റിസറക്ഷൻ ഫ്രം ദ ഡെഡ്. I may attain. Paul didn't doubt that he was saved, but he did long mightily for the completion of his salvation through the resurrection of his body. It was something that he had not yet attained and longed for. Remember that Paul wrote this having experienced more suffering than we will ever experience, and he wrote it from the custody of Roman soldiers. This wasn't merely theological theory and ideas, but a lived out connection with God. വെറും സിദ്ധാന്തം പറയുകയല്ല, ഒരു ഭാവന പറയുകയല്ല പൗലോസ്. പിന്നെയോ റോമാക്കാരുടെ കസ്റ്റഡിയിൽ, ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നതെന്ന് മറന്നു പോകരുത്. ആ കഷ്ടത അനുഭവിച്ചുകൊണ്ട് പൗലോസ് പറയുക, ഞാനതിൽ സന്തോഷിക്കുന്നു. കാരണം എന്താ? എൻ്റെ ലക്ഷ്യം പുനരുദ്ധാനം പ്രാപിക്കണം. യേശുവിൻ്റെ റിസറക്ഷൻ്റെ ശക്തി എനിക്കും അനുഭവിച്ച് കർത്താവിനോട് കൂടെ വസിക്കണം. അതിനുവേണ്ടി ഈ ഭൂമിയിൽ ജഡത്തിൽ എനിക്ക് ഒരു പ്രശംസയും വേണ്ട. ഞാനിവിടെ ഒന്നിലും പ്രശംസിക്കുകയില്ല. എൻ്റെ പ്രശംസ എൻ്റെ കർത്താവിൽ മാത്രം. ഹല്ലേലൂയ. ഈ ചിന്ത നമ്മയും ഭരിക്കട്ടെ. കർത്താവിനായി ജീവിക്കാൻ നമുക്കും കഴിയട്ടെ. ഹല്ലേലൂയ.